ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് കഴിക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഞാൻ 2 വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ ബാലൻസിലെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ജ്യൂസിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നന്നായി ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളമൊന്നും കളയുന്നില്ല. ഈ വെള്ളം നമുക്ക് ഈ ജ്യൂസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിലുണ്ടായിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാല്, നിങ്ങൾക്ക് തണുത്ത പാല് താല്പര്യമുണ്ടെങ്കിൽ തണുത്ത പാല് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തതിന് മാത്രം. പിന്നെ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെങ്കിലും ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ കൂടി പോകരുത്. ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഐസ്ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് ഏതാണോ ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സേമിയ വേവിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയ സേമിയ വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ആൽമണ്ടും കുറച്ച് പീനട്ടും കൂടെ ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചാൽ ആ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് കുറച്ച് കസ്കസ്, ബ്ലാക്ക് കസ്കസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു 5 മിനിറ്റ് കുതിർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ കസ്കസും അതുപോലെ തന്നെ കുറച്ച് സേമിയ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഇത് നമുക്ക് ക്യാരറ്റ് വെച്ചാണ് ചെയ്തതെന്ന് പോലും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്